നിങ്ങൾ ജിമ്മിലേക്ക് വന്നിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് ഓരോ വർക്കൗട്ടും ചെയ്യേണ്ട ഫോമും ടെക്നിക്കും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. സോ ഇതൊക്കെ മനസ്സിലായി ആദ്യം ഇതിൻ്റെയൊക്കെ ഒരു ഫോമും ടെക്നിക്കും മനസ്സിലാക്കുക, എങ്ങനെയാണ് മെഷീൻസ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വെയിറ്റ് കൂട്ടിയിട്ട് വർക്കൗട്ടുകൾ ചെയ്താൽ മതി. സോ രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പുഷപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പുഷപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 10-15 പുഷപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ ഒരു 2 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് പുള്ളപ്പിലേക്കാണ്. പുള്ളപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പറ്റുന്ന പോലെ 1, 2, 3 പുള്ളപ്പ് ചെയ്യുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. ദെൻ നെക്സ്റ്റ് ബോഡി വെയ്റ്റ് സ്ക്വാട്ട്സ് ചെയ്യുക. അതൊരു 10 ചെയ്യുക. ഈ വീഡിയോസിൽ കാണുന്ന ഒരു 10 ബോഡി വെയ്റ്റ് സ്ക്വാട്ട്സ് ചെയ്യുക. 10 ബോഡി വെയ്റ്റ് സ്ക്വാട്ട് ചെയ്തതിന് ശേഷം ദെൻ അഗെയിൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അപ്പോൾ ബോഡി വെയ്റ്റ് സ്ക്വാട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെസ്റ്റിൻ്റെ കിടക്കുന്ന ആ ഒരു സാധനത്തിൽ പോയിട്ട് ബെഞ്ചിൽ പോയിട്ട് കിടക്കുക. ഡമ്പൽ എടുത്തിട്ട് ചെസ്റ്റ് പ്രസ് ഒരു 10 ചെയ്യുക. ആശാൻ നിങ്ങൾക്ക് മിക്കവാറും കാണിച്ചു തരും, ഒട്ടുമിക്ക ജിമ്മുകളിലെ ആശാന്മാർ ഇതൊക്കെ കാണിച്ചു തരും നിങ്ങൾക്ക്. അത് ജസ്റ്റ് ഒരു 10 റെപ്പിറ്റേഷൻ ചെയ്യുക. ദെൻ ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ഷോൾഡർ പ്രസ്, ഡമ്പൽ എടുത്തിട്ട് ഷോൾഡർ പ്രസ് ചെയ്യുക, അതും ഒരു 10 ചെയ്യുക. ദെൻ വേണമെന്നുണ്ടെങ്കിൽ ഷോൾഡറിന് ഫ്രണ്ട് റൈസ് ചെയ്യാം ഒരു 10. ദെൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക രണ്ടാമത്തെ ദിവസം. ദെൻ ഒന്ന് സ്ട്രെച്ച്, നമ്മുടെ ആം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, നെക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, കാലൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കുറച്ച് സ്ട്രെച്ചിങ് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോവുക.